Hi friends, Vortex Business Service India Private Limited. ഞങ്ങളുടെ എൻ്റർപ്രണേഴ്സ് ഗൈഡൻസ് സെല്ലിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക വിങ് ആരംഭിക്കുകയാണ്. കാരണം തിരിച്ചു വരുന്ന പ്രവാസികൾക്കും സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് അങ്ങനെയുള്ള ദേശങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്കും സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയുള്ള ഇന്ത്യയിലെ സിസ്റ്റം അനുസരിച്ച് എക്സ്പോർട്ടിംഗ് ആവട്ടെ അല്ലെങ്കിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി എല്ലാ ഗൈഡൻസും കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രത്യേക ഒരു വിങ് ആരംഭിക്കുകയാണ്. സംരംഭങ്ങൾ എന്ത് തുടങ്ങാമെന്നുള്ളത്, ഏത് വിധത്തിൽ തുടങ്ങണം, എന്തൊക്കെ ലൈസൻസ് വേണം, ഏത് വിധത്തിലൊക്കെ നമുക്ക് വേണ്ട ലോണുകൾ കിട്ടും, ഇതിനൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് എൻ്റർപ്രണേഴ്സ് ഗൈഡൻസ് സെല്ലിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പ്രൈവറ്റ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടി ഏകദേശം 30 ലക്ഷം രൂപ വരെ ലോൺ ലഭ്യമാക്കുന്ന ഒരു സ്കീമുണ്ട്. അതിനുവേണ്ടിയുള്ള ലൈസൻസും അതിനുവേണ്ടി ഏതൊക്കെ വിധത്തിൽ എങ്ങോട്ടും എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഗൈഡൻസ് എല്ലാം ഞങ്ങളുടെ ഈ പ്രവാസി സെക്ഷനിലോട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാ ഗൈഡൻസും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് യൂട്യൂബ് ചാനലിലൂടെ ഈ ഗൈഡൻസ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ ആവശ്യം വരുന്നത്, അതായത് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി അത് മാനുഫാക്ചറിങ് ആവട്ടെ, അതുപോലെ തന്നെ സർവീസ് ആവട്ടെ, അല്ലെങ്കിൽ ട്രേഡിംഗ് ആവട്ടെ, അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ആവട്ടെ, ഇമ്പോർട്ടിംഗ് ആവട്ടെ, അങ്ങനെയുള്ള ഏത് വിധത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് ഇൻഡിവിജ്വലായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റവും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളതൊരു ബേസിക് മുതലുള്ള ഒരു കോഴ്സ്, ഒരു ക്ലാസ്സായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടിരിക്കുന്നത്. ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആ ചാനലിൻ്റെ ലിങ്കും അതെല്ലാം അതിൽ ജോയിൻ ചെയ്യാനുള്ളതും വാട്സപ്പിലൂടെയുള്ള ലിങ്കും നമ്മൾ അയച്ചു കൊടുക്കും. അതിൽ കൂടെ നിങ്ങൾക്ക് ഓരോന്നും ഏതെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കേട്ട് മനസ്സിലാക്കി സംശയങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിച്ച് ലോൺ നമുക്ക് എടുക്കുന്നതിന് പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള ലോണുണ്ട്. അതിന് സബ്സിഡി ഉള്ളതാണ്, ഇൻട്രസ്റ്റ് കുറവാണ്, അങ്ങനെയുള്ള ഇതുണ്ട്. അത് കൂടാതെ നമുക്ക് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ആവട്ടെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ അസിസ്റ്റൻസ്, അത് കമ്പനി ആവട്ടെ, പാർട്ട്ണർഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഫേം രജിസ്ട്രേഷൻ, പിന്നെ ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, പിന്നെ സൊസൈറ്റി, ട്രസ്റ്റ്, അങ്ങനെ GST, എക്സ്പോർട്ട് ലൈസൻസ്, അതേപോലെ തന്നെ ഗൈഡൻസിനുള്ള മറ്റുള്ള ലോൺ ഫെസിലിറ്റീസിനുള്ള എല്ലാ ഇതും ഞങ്ങളുടെ സ്ഥാപനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഡിവിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നവർക്ക് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പം ചെന്ന് വീഴുന്നതെല്ലാം പലരും പറഞ്ഞ് അത് വ്യക്തമായിട്ട് പഠിക്കാതെയും അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ലാതെയും മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് കുറേ ഫെയിലിയർ വരുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്പത്തികം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വെറുതെ കളയരുത്. നിങ്ങളൊരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് സ്വാഭാവികമായിട്ടും ഒരു സംരംഭം തുടങ്ങുന്നത്. ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ 1 or 2 അല്ലെങ്കിൽ അതിലധികമോ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഡിവൈൻ പ്രോസസ്സാണ് ഒരു സംരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിവൈൻ പ്രോസസ്സിലോട്ട് എൻട്രി ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ആ ബോധ്യം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാൻ പോകുന്നതിന് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംരംഭമായിരിക്കണം എപ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ആ ലക്ഷ്യം വെക്കുന്നതിന് മുമ്പേ ഒരു ഇൻട്രാക്ഷൻ എപ്പോഴും നല്ലതാണ്. അതിന് ഒരുപാട് ഈ സെമിനാറുകളും അങ്ങനെയൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് നമുക്കുണ്ടാവും. ഇപ്പം ഞാൻ ശരിക്കും കേരളത്തിൽ ഒരുപാട് സെമിനാറുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ നടത്തുന്ന എനിക്ക് തോന്നുന്നു ഇതിൽ കേൾക്കുന്ന കുറേ പ്രവാസികൾക്ക് എന്നെ ഏതെങ്കിലും വിധത്തിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പല സംരംഭങ്ങൾ തുടങ്ങാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഞാൻ ഒരു കോളിൽ തന്നെ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പിന്നെ സംരംഭം തുടങ്ങാൻ സമയത്ത് അവർ നേരിട്ട് വന്ന് കാണാറുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ചാനലിലേക്ക്
ഒരു ചെറിയ കോഴ്സ് ഫീ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പ്രൈവറ്റ് ചാനലായതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ടുള്ള നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ മൊബൈൽ നമ്പരും അതേപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, പിന്നെ വാട്സപ്പ് നമ്പറിൻ്റെ അകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡിയും നിങ്ങൾ അയച്ചു തരേണ്ടി വരും. അതിലാണ് നമ്മൾ ഈ ചാനലിൻ്റെ ലിങ്ക് ഓരോ ലെസൺസ് ആയിട്ടുള്ളത് അയച്ചു കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, ലോകത്തിൽ എവിടെയായിരുന്നാലും യൂട്യൂബ് വർക്ക് ചെയ്യുന്നവരുടെ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഒന്ന് കേട്ട്, ഓരോന്നും അധികം സമയമൊന്നുമില്ല, അത് കേട്ട് ഓരോന്നും ശ്രവിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്പറുണ്ട്, ഡയറക്റ്റ് വിളിക്കാവുന്നതിന്. ഏത് സമയത്തും 9400641354 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം, ഇൻഡിവിജ്വലായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന് എപ്പോഴും ഏത് സമയത്തും വിളിച്ചിരുന്നാലും അത് അറ്റൻഡ് ചെയ്തിരിക്കും. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു സമയമാണ് ഫിക്സ് ചെയ്യേണ്ടതെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം, ആ വാട്സപ്പ് നമ്പർ തന്നെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ നോമിനൽ ഫീ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് പ്രൊമോട്ട് ചെയ്യാനുള്ള എക്സ്പെൻസിന് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് നമ്മുടെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ്. അത് നിങ്ങൾക്ക് ജിപേ വഴി അയക്കാം. ജിപേയുടെ നമ്പരും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും വിധത്തിൽ ഒരു ലോൺ ഏതുമാകട്ടെ, അത് മുദ്രയാവട്ടെ, PMVGP ആവട്ടെ, സ്റ്റാൻഡപ്പിൻ്റെ ആവട്ടെ, പ്രവാസിയുടെ ND പ്രൈം ആവട്ടെ, ഏത് ടൈപ്പ് ലോണിനായിരുന്നാലും അതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടും കംപ്ലീറ്റ് ഗൈഡൻസും മറ്റുള്ള ബിസിനസ് ലോൺസിന് വേണ്ടിയുള്ളതും ബിസിനസ് പരമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഏത് വിധത്തിലും നിങ്ങൾക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏത് വിധത്തിലാണോ നിങ്ങൾക്ക് ആവശ്യം അതിന് വേണ്ടിയുള്ള നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫണ്ടും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആലോചിക്കുക. കാരണം ആദ്യമേ കൊണ്ടുവന്ന് ഫണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് എടുത്തിട്ട് പിന്നെ ആലോചിക്കരുത്. അതിന് വേണ്ടിയുള്ള ഒരു മിനിമം ആയിട്ടുള്ള ഒരു നോളജ് നമുക്കുണ്ടായിരിക്കണം ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി. അതാണ് ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നമുക്ക് ചെയ്യാം. ഞാൻ ഓൾമോസ്റ്റ് 22 ഇയേഴ്സായിട്ട് എറണാകുളത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ്. എറണാകുളത്ത് തന്നെയാണ് ശരിക്കും. നമ്മൾ കേരളത്തിൽ മൊത്തം ട്രാവൽ ചെയ്യാറുണ്ടെങ്കിലും, കേരളം മാത്രമല്ല തമിഴ്നാട് ആന്ധ്രയിലൊക്കെ ട്രാവൽ ചെയ്യാറുണ്ടെങ്കിലും 22 വർഷത്തിലേറെയായി ഈ സംരംഭം തുടങ്ങി. അതായത് ഈ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. എല്ലാ പ്രോജക്റ്റ് റിപ്പോർട്ടിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായി. അതിനുവേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും, എല്ലാ പ്രവാസികൾക്കും ഒരു നല്ല ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും താല്പര്യമുള്ള സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ വാട്സപ്പിലേക്ക് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വിടുക എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.